ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് റസീന എന്ന 40 വയസ്സുകാരി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺ സുഹൃത്തിനെതിരെ ഗുരുതര പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കുടുംബം. മകളുടെ ആൺ സുഹൃത്ത് 20 പവനും 1.5 ലക്ഷം രൂപയും തട്ടിയെടുത്തെന്നും മകളുടെ സ്വകാര്യ വീഡിയോയും ഫോട്ടോകളും അയാളുടെ കൈവശമുണ്ടെന്നും റസീനയുടെ ഉമ്മയുടെ പരാതിയിൽ പറയുന്നു. ഇതിനെ തുടർന്ന് മകൾ മുൻപും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും പരാതിയിലുണ്ട്. കായലോട് അച്ചങ്കരപ്പള്ളിക്ക് സമീപം കാറിനടുത്ത് ആൺ സുഹൃത്തുമായി സംസാരിക്കുന്നത് ചിലർ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് റസീന ആത്മഹത്യ ചെയ്തത്. ആൾക്കൂട്ട വിചാരണയിൽ മനം നൊന്താണ് ആത്മഹത്യയെന്ന് സൂചിപ്പിക്കുന്ന യുവതിയുടെ കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് വ്യക്തമാക്കിയിരുന്നു. വീഡിയോയും ഫോട്ടോയും തിരിച്ചു കിട്ടുന്നതുവരെ ആൺ സുഹൃത്തിനെ വെറുപ്പിക്കാൻ കഴിയില്ലെന്ന് മകൾ പറഞ്ഞെന്നും കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് മകൾ പറഞ്ഞിരുന്നുവെന്നും ഇക്കാര്യം താൻ വീട്ടിൽ പറഞ്ഞില്ലെന്നും റസീനയുടെ ഉമ്മ പരാതിയിൽ പറയുന്നു. റസീനയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചയിലായിരുന്നില്ല. അത് മുതലെടുത്താണ് ആൺ സുഹൃത്ത് വിവാഹ വാഗ്ദാനം നൽകി പണവും സ്വർണവും തട്ടിയത്. വീഡിയോകൾ കാണിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിച്ചതായി മകൾ പറഞ്ഞു. ഇതിനെ തുടർന്ന് മകൾ മുൻപും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. വീട്ടുകാർ ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആൺ സുഹൃത്തിനെതിരെ ഭാര്യ ഗാർഹിക പീഡന പരാതി കൊടുത്തിട്ടുമുണ്ട്. ഫോട്ടോയും വീഡിയോയും സുഹൃത്തിന്റെ കയ്യിലുണ്ടായിരുന്നതിനാൽ മകൾക്ക് പേടിയുണ്ടായിരുന്നു. ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ലെന്ന് മകൾ പറഞ്ഞിരുന്നു. ഫോട്ടോയും വീഡിയോയും നശിപ്പിക്കാമെന്ന് പറഞ്ഞ് സുഹൃത്ത് വിളിച്ചതിനെ തുടർന്നാണ് മകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോഴാണ് നാട്ടുകാരിൽ ചിലർ കണ്ട് പ്രശ്നമുണ്ടായത്. പ്രതികളാക്കിയവർക്ക് മകളുടെ ആത്മഹത്യയുമായി ബന്ധമില്ല. പരാതി രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ്. സുഹൃത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും റസീനയുടെ ഉമ്മയുടെ പരാതിയിൽ പറയുന്നു. സംഭവശേഷം കാണാതായ സുഹൃത്ത് ഇന്ന് സ്റ്റേഷനിൽ ഹാജരായി പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. റസീനയോട് സംസാരിച്ചതിന് ചിലർ സംഘം ചേർന്ന് തന്നെ മർദ്ദിച്ചെന്നാണ് സുഹൃത്തിന്റെ മൊഴി. സംഭവത്തിൽ റസീനയുടെ ബന്ധു ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായിരുന്നു. അതേസമയം 40-കാരി റസീനയുടെ ആത്മഹത്യക്കുറിപ്പിൽ പ്രതികളായ യുവാക്കളുടെ ഭീഷണിയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടെന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത്. റസീനയും സുഹൃത്ത് റഹീസും സംസാരിച്ചു നിൽക്കുമ്പോൾ 3 ബൈക്കിലെത്തിയ സംഘം ഭീഷണിപ്പെടുത്തി. സുഹൃത്തിന്റെ മൊബൈൽ പിടിച്ചെടുത്തു. ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെ സംബന്ധിച്ച് മോശമായി സംസാരിച്ചു. ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ആത്മഹത്യയെന്ന് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ടെന്ന് DCP നിതിൻ രാജ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഭീഷണിപ്പെടുത്തിയ യുവാക്കളെ ചോദ്യം ചെയ്തു. ഭീഷണിക്ക് ആവശ്യമായ തെളിവ് ലഭിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതികളിൽ ഒരാൾ യുവതിയുടെ ബന്ധുവാണ്. അതേസമയം ആൺ സുഹൃത്ത് റഹീസാണ് മരണകാരണമെന്ന് ആത്മഹത്യക്കുറിപ്പിൽ എങ്ങും ഇല്ലെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. റഹീസ് പണം തട്ടിയെടുത്തെന്ന യുവതിയുടെ ബന്ധുക്കളുടെ ആക്ഷേപം പരിശോധിക്കും. ആത്മഹത്യക്കുറിപ്പിൽ അക്കാര്യമില്ല. സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഞായറാഴ്ചയാണ് റസീനയെ യുവാവിനൊപ്പം കണ്ടതും പ്രതികൾ ഈ സംഭവത്തിൽ ഇടപെട്ടതും. അതിനുശേഷം ചൊവ്വാഴ്ച റസീനയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പറമ്പായ് സ്വദേശികളായ MC മൻസിലിൽ VC മുബഷീർ, കണിയാന്റെ വളപ്പിൽ KA ഫൈസൽ, കൂടത്താൻ കണ്ടി ഹൗസിൽ VK റഫ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ SDPI പ്രവർത്തകരാണെന്ന് പോലീസ് അറിയിച്ചു. യുവാവിനെ പ്രതികൾ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. അതേസമയം തനിക്കെതിരെ ആൾക്കൂട്ട മർദ്ദനം ഉണ്ടായെന്ന് കണ്ണൂർ കായലോട് സദാചാര വിചാരണയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവതിയുടെ സുഹൃത്ത് പോലീസിന് മൊഴി നൽകിയിരുന്നു. മർദ്ദിച്ചതിനും ഫോൺ തട്ടിയെടുത്തതിനും യുവതിയുടെ സുഹൃത്ത് റഹീസിന്റെ പരാതിയിൽ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മുബഷീർ, ഫൈസൽ, റഫ്നാസ്, സുനീർ, സഖറിയ എന്നിവരാണ് പ്രതികൾ. തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ പിണറായി പോലീസ് സ്റ്റേഷനിലാണ് യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഫോൺ തട്ടിയെടുക്കൽ, മർദ്ദനം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. യുവതിയുമായി കാറിൽ സംസാരിച്ചിരിക്കെ പ്രതികൾ ആൺ സുഹൃത്തിനെ പിടിച്ചിറക്കി മർദ്ദിച്ചെന്ന് FIRൽ പറയുന്നു. ഫോട്ടോ പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയതായും 3 മൊബൈൽ ഫോണുകൾ ബലം പ്രയോഗിച്ച് കൈക്കലാക്കിയതായും റഹീസിന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. സ്കൂട്ടറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് മർദ്ദിച്ചെന്നാണ് കേസ്. തന്നെ മർദ്ദിച്ചത് യുവതിയോട് സംസാരിച്ചതിന്റെ വിരോധം മൂലമാണെന്നും യുവാവ് മൊഴി നൽകിയതായും പോലീസ് പറയുന്നു. അതിനോടൊപ്പം യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ റഹീസ് നിഷേധിക്കുന്നുണ്ട്. 3.5 വർഷം മുൻപ് യുവതിയെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടതെന്നും സാമ്പത്തിക ഇടപാടുകൾ ഒന്നും നടന്നിട്ടില്ലെന്നും യുവാവ് പോലീസിന് മൊഴി നൽകി. യുവതിയുടെ പണവും സ്വർണവും തട്ടിയെടുത്തെന്നും അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് യുവതിയുടെ കുടുംബം ആരോപിച്ചത്. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തലശ്ശേരി ACPക്ക് കുടുംബം കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. യുവതിയുടെ സുഹൃത്തിനെക്കുറിച്ചും യുവതിക്ക് ഇയാളുമായുള്ള ബന്ധത്തെക്കുറിച്ചും അന്വേഷിക്കണമെന്നായിരുന്നു പരാതിയിൽ കുടുംബം ഉന്നയിച്ച ആവശ്യം. നേരത്തെ യുവതിയുടെ സുഹൃത്തിനെ SDPI ഓഫീസിൽ വെച്ച് വിചാരണ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്തായാലും ആ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടിയൊന്ന് കാണാം. നേരെ തിരിച്ചിട്ട് നമുക്ക് പറയാൻ അറിയില്ല. ഒരു പാവപ്പെട്ട നിരപരാധി
നേരെ വാരവിട്ടേക്ക് പോകുന്നു. ഞാൻ ഇവിടെ വലിയ വിഷയമൊന്നുമില്ല. നേരെ തിരിച്ചിട്ട് നമുക്ക് പറയാൻ അറിയാനില്ല. ഒരു പാവം പെട്ടത് നിരപരാധി. നേരെ വാരവിട്ടേക്ക് പോകുന്നു. ഞാൻ ഇവിടെ വലിയ വിഷയമൊന്നുമില്ല. ഒരു കൂട്ടം ആളുകൾ കൂടിയിരുന്ന യുവാവിനെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. യുവതിക്ക് മനോവിഷമമുണ്ടെന്ന് യുവാവ് മറുപടി പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ യുവാവിന് മർദ്ദനമേറ്റിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രണ്ടുപേരുടെയും കുടുംബങ്ങളെ വിളിച്ച് ചർച്ച നടത്തുകയായിരുന്നുവെന്നാണ് SDPI പ്രവർത്തകർ ഇതിന് നൽകുന്ന വിശദീകരണം. പ്രതികൾ SDPI ഓഫീസിൽ യുവതിയുടെ സുഹൃത്തിനെ എത്തിച്ച് 5 മണിക്കൂർ ചോദ്യം ചെയ്തെന്ന് പോലീസ് പറഞ്ഞിരുന്നു. യുവതി ആത്മഹത്യ ചെയ്തത് ആൾക്കൂട്ട വിചാരണയെ തുടർന്നെന്നാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് പറഞ്ഞത്. ആത്മഹത്യാക്കുറിപ്പിൽ ഇക്കാര്യം വിശദമായി പറയുന്നുണ്ടെന്നും പ്രതികളുടെ പേരുകൾ പരാമർശത്തിനെ തുടർന്നാണ് യുവാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിനെ പ്രതിയാക്കില്ല, അല്ലെങ്കിൽ നിലവിൽ ഇയാളെ പ്രതി ചേർക്കാനുള്ള സാഹചര്യവും പോലീസിന് കാണാൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും റസീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് സദാചാര ഗുണ്ടായസം തന്നെയെന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സംഭവം നടന്ന ദിവസം റസീന വിഷമത്തിലായിരുന്നുവെന്ന് പിതാവ് മുഹമ്മദും പ്രതികരിച്ചിരുന്നു. ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ലെന്നും ആരോടും മിണ്ടുന്നില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് തന്നോട് പറഞ്ഞിട്ടില്ല. സംഭവം നടക്കുമ്പോൾ കുറെ പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വിവരമെന്നും പിതാവ് മൊഴി നൽകിയിരുന്നു. പിടിയിലായവർ തങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനുശേഷമാണ് ആൺ സുഹൃത്താണ് കൊലയ്ക്ക് കാരണമെന്ന് റസീനയുടെ ഉമ്മ വിശദീകരിച്ചത്. യുവതിയുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും രംഗത്ത് വന്നിരുന്നു. കായലോട് നടന്നത് താലിബാനിസമാണെന്നാണ് PK ശ്രീമതി പ്രതികരിച്ചത്. തന്റെ ഭർത്താവല്ലാത്ത ആളോട് ഒരു മുസ്ലിം സ്ത്രീ സംസാരിക്കാൻ പാടില്ലെന്ന ചിലരുടെ ചിന്താഗതിയാണ് യുവതിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ശ്രീമതി വിമർശിച്ചിരുന്നു. തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭീകരത കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ് കായലോട് നടന്നത്. ആത്മഹത്യ എന്ന് പേര് പറയാമെങ്കിലും നടന്നത് ആൾക്കൂട്ട കൊലപാതകമാണെന്നും PK ശ്രീമതി കുറ്റപ്പെടുത്തി. പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ ഒരാൾക്കൂട്ടത്തിന് മുൻപിൽ പെൺകുട്ടി അപമാനിതയായി. ജീവിച്ചിരിക്കാൻ തോന്നാത്ത വിധം മാനസികമായി പീഡനത്തിന് വിധേയയായി. നിയമം കയ്യിലെടുക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തതെന്നും PK ശ്രീമതി ചോദിച്ചു. ഒരു പാവം സഹോദരനും സഹോദരിക്കും നേരെ വ്യക്തിഹത്യ നടത്തുന്നത് അതിഭീകരമാണ്. 3 പേരെയല്ല, മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നും ഏത് സംഘടനയായാലും ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്നും PK ശ്രീമതി സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നു. എന്തായാലും പിടിയിലായ SDPI പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണയിലും മർദ്ദനത്തിലും നേരിട്ട് പങ്കെടുത്തവരാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല തന്റെ മരണവുമായി ആൺ സുഹൃത്തിന് യാതൊരു ബന്ധവുമില്ല എന്നും യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം ആത്മഹത്യാക്കുറിപ്പിൽ എല്ലാം വ്യക്തതയോടെ തന്നെ റസീന എഴുതി വെച്ചതും പ്രതികൾക്ക് ഊരാക്കുടുക്കായി മാറുമെന്നതിലും സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.